രാവിലെ തന്നെ കുട്ടു സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. 7:40 കുട്ടുൻ്റെ ബസ്. 7:30 ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങോട്ടോ. ഒരു 5 മിനിറ്റ് മെയിൻ റോഡിലോട്ട് നമുക്ക് പോകാനുണ്ട് കേട്ടോ. മെയിൻ റോഡിലാണ് ബസ് വരുന്നത്. അങ്ങനെ സ്കൂൾ ബസ്സൊക്കെ വന്ന് കുട്ടുവിനെ നമ്മൾ ബസ്സിൽ കയറ്റി വിട്ടു കേട്ടോ. കുട്ടുവിനെ വിട്ട് ചെല്ലുമ്പോഴത്തേനും ബാക്കിയുള്ള 2 പേരും കൂടെ എണീറ്റ് റെഡിയായി വന്നിരിക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ അവരെയും കുളിപ്പിച്ച് റെഡിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് സ്കൂളിലോട്ട് വിടാനുള്ള തിരക്കാണ് കേട്ടോ. ഇന്ന് ചോറാണ് രാവിലെ കഴിക്കുന്നത്. ചോറിന് കടലയായിരുന്നു കേട്ടോ കറി. അങ്ങനെ എല്ലാവരെയും കുളിപ്പിച്ച് ചോറൊക്കെ കൊടുത്ത് കൂടെ ഞാനും കഴിച്ചു കേട്ടോ. ഇന്ന് ഇച്ചുക്കുട്ടിനെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ചോറും കടലയാണ് കൊടുത്തു വിടുന്നത്. കാര്യം കഴിക്കുമൊന്നുമില്ല, എന്നാലും കൊടുത്തു വിടുകയാണ് കേട്ടോ. സ്നാക്സ് ബോക്സിൽ നമ്മൾ ഒരു 4 ബിസ്ക്കറ്റും കുറച്ച് തക്കാളി മുറുക്കുമാണ് കേട്ടോ കൊടുത്തു വിട്ടത്. അത്രേ ആവശ്യമുള്ളൂ, അത്രേ അവൻ കഴിക്കുള്ളൂ കേട്ടോ. അങ്ങനെ അവൻ്റെ ചോറും സ്നാക്സ് ബോക്സും വാട്ടർ ബോട്ടിലും എല്ലാം ബാഗിൽ പാക്ക് ചെയ്ത് വെച്ചു. അങ്ങനെ ചിപ്പുവിൻ്റെ ബാഗും കൂടെ കൂട്ടത്തിൽ പാക്ക് ചെയ്തു കേട്ടോ. അവനൊരു ജോഡി ഡ്രസ്സും വാട്ടർ ബോട്ടിലും മാത്രം കൊടുത്താൽ മതി. ബാക്കി ഭക്ഷണം എല്ലാം അവൻ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇച്ചുകൊണ്ട് യൂണിഫോമൊക്കെ ഇട്ട് എല്ലാവരും റെഡിയാക്കി എടുത്തു കേട്ടോ. ബെൽറ്റും ID കാർഡും എല്ലാം ഇടാൻ നോക്കിയപ്പോഴാണ് ID കാർഡ് കാണുന്നില്ല കേട്ടോ. അപ്പോൾ ID കാർഡ് ആൾ സ്കൂളിൽ എവിടെയോ കളഞ്ഞിട്ട് വന്നേക്കാണ്. ഇനി ആദ്യം തപ്പി പിടിച്ച് അത് കണ്ടുപിടിക്കണം. അങ്ങനെ എല്ലാവരും റെഡിയാക്കി പൗഡറൊക്കെ ഇട്ട് എല്ലാവരും കുറിയൊക്കെ വരച്ച് റെഡിയാക്കി എടുക്കുകയാണ്. എത്ര നേരത്തെ തുടങ്ങിയാലും അവസാനം ആ പോകേണ്ട സമയമാകുമ്പോൾ ഒരു തിക്കും തിരക്കും ബഹളമാണ് കേട്ടോ. ചോറ് വയ്ക്കുന്നു, കറി വയ്ക്കുന്നു, ബാത്റൂമിൽ കൊണ്ടുപോകുന്നു, യൂണിഫോം ഇടുന്നു, എല്ലാം ഒരു തിരക്കാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ചിപ്പുനെയാണ് കേട്ടോ ആദ്യം അംഗൻവാടിയിൽ വിടുന്നത്. 2 പേരെ ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. ചിപ്പുനെ വിട്ട ശേഷം മിച്ചുവിനെ സ്കൂളിലോട്ട് വിട്ടു. സ്കൂളിൽ ചെന്നപ്പോഴത്തേനും ബെല്ലടിക്കാറായിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ സ്കൂളിലോട്ടൊക്കെ കയറ്റി വിട്ടിട്ട്